നമ്മൾ ഇന്ന് റോമാലേഖനം 14-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. അത് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് accept other believers who are weak in faith and don't argue with them about what they think is right or wrong. നമ്മുടെ ക്രിസ്തീയത്വമുള്ള ബന്ധത്തില് എൻ്റെ പ്രായോഗിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം നമ്മളെല്ലാവരും ഒത്തിരി കുറവുള്ളവരാണ്. അടിസ്ഥാനപരമായ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ സഭാ വിഭാഗത്തിലുള്ള ആൾക്കാരോടുള്ള ബന്ധത്തിൽ അവർ വീണ്ടും ജനിച്ചവരാണെങ്കിൽ പോലും മറ്റ് സഭകളിലുള്ളവരോട് ഒരു ശത്രുതാ മനോഭാവത്തോടെ ജീവിക്കുന്ന കാണാൻ കഴിയും. ഒരു ആത്മീയന്റെ ലക്ഷണമല്ല, ഒരു പരീശന്റെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിയോജിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ആ സമൂഹത്തെ ഒന്നാകെ അങ്ങ് തള്ളിക്കളയാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, വീണ്ടും ജനിക്കപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല ദൈവം ജനിപ്പിച്ചവനെയും സ്നേഹിക്കും. അപ്പൊ വീണ്ടും ജനനത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ളത് ഒത്തിരി കാര്യങ്ങളില്ല അതിനകത്ത്. ഇപ്പം മാനസാന്തരമാണ് അതിന്റെ അടിസ്ഥാന പ്രമാണം. അപ്പൊ അങ്ങനെ അടിസ്ഥാനപരമായിട്ടൊരു മാനസാന്തരത്തിലേക്ക് വന്ന ഒരാളോടുള്ള ബന്ധത്തിൽ അവര് പല കാര്യങ്ങളും അറിയില്ലായിരിക്കും, പല കാര്യങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാകത്തില്ല. നമുക്ക് ലഭിച്ചിടത്തോളം ബോധ്യം ഒരു പക്ഷെ അവർക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ അവര് വീണ്ടും ജനിച്ചവരായിരിക്കും. അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിധിക്കുന്ന മനോഭാവത്തോടെയാണോ അതോ ഒരു സ്നേഹത്തിന്റെ മനോഭാവത്തോടെയാണ് അവരെ നോക്കിക്കാണുന്നത്? ഒരു ബ്രദറൻ സമൂഹത്തിൽപ്പെട്ട ഒരാളെ, ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട ഒരാൾ കാണുമ്പോൾ ആദ്യം തന്നെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം അവർക്ക് ആത്മാവില്ലെന്നുള്ളതാണ്. നേരെ തിരിച്ചും ഒരു ബ്രദറൻ വിശ്വാസി പെന്തക്കോസ്ത് സഭയിലുള്ള ഒരു വിശ്വാസിയെ കാണുന്ന ഉടനെ പറയുന്നത് അവര് അന്യഭാഷ പറയുന്നവരാണ്, ദൈവത്തിൽ നിന്നല്ല പിശാചിൽ നിന്നാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അറിയാവുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുകയും വിമർശിക്കുകയും അവരോട് തർക്കിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളിലുള്ളത്. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതല്ല. നമ്മൾ ഇന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളുള്ളവരുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായിട്ട് അവർ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ദൈവ കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ നമ്മൾ അവരെ വിധിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവരോട് അവര് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തർക്കിക്കരുതെന്ന്. നമ്മൾ പലപ്പോഴും അടിസ്ഥാനപരമായിട്ടൊരു സ്നേഹത്തിന്റെ ആത്മാവില്ലാതെ അവരെ വിധിക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്യുന്നൊരു മനോഭാവത്തോടെ നമ്മൾ അവരെ നോക്കിക്കാണും. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ മനോഭാവം അങ്ങനല്ല. ഇപ്പൊ മാർട്ടിൻ ലൂതർ ആയിരുന്നല്ലോ ഒരു മടങ്ങിവരവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച ഒരാൾ, വിശ്വാസമുള്ള നീതീകരണം എന്നുള്ള കാര്യം. പക്ഷെ പുള്ളിയെ കുറിച്ച് പറയുന്നത് സ്നാനത്തെ അനുകൂലിക്കുന്നവരൊക്കെ കൊന്നുകളയണമെന്നാണ് പുള്ളി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ ഒറ്റ വെളിച്ചമേ കിട്ടിയുള്ളായിരുന്നു, വിശ്വാസമുള്ള നീതീകരണം. അതിനു മുകളിലുള്ള കാര്യങ്ങൾ പറയുന്നവരോടൊക്കെ പുള്ളിക്ക് വിയോജിപ്പായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ ദൈവസന്നിധി നിൽക്കുമ്പോൾ മാർട്ടിൻ ലൂതറിനോട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ദൈവം ചോദിക്കത്തുള്ളൂ.
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുള്ളിയിൽ ഉണ്ടായിരുന്ന പുള്ളിയുടെ ചിന്താഗതികളെയോ മനസ്സിലാക്കലുടെ അടിസ്ഥാനത്തിലല്ല ദൈവം ആളെ വിധിക്കുന്നത്. ദൈവം ആ മനുഷ്യനെ ഏൽപ്പിച്ചത് ആ ഒരു കാര്യം ചെയ്യാനായിട്ട്, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട്. അതുപോലെ സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ കാലഘട്ടത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ജീവിതത്തിനാണ്, വിശുദ്ധ ജീവിതത്തിനാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ വിളിച്ചപ്പോൾ അവർക്ക് ഏൽപ്പിച്ച ഒരു പ്രത്യേക നിയോഗമുണ്ട്. അവരതിലായിരിക്കും ഊന്നൽ നിൽക്കുന്നത്. അപ്പൊ ആ ഊന്നൽ തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അവിടെ നമ്മൾ താഴ്ത്ത് വായിക്കുമ്പം ഇങ്ങനെ വായിക്കുന്നത് 4-ാമത്തെ വാക്യത്തിൽ, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു ആന്തരിക ബോധ്യങ്ങളിലേക്ക് നമ്മൾ വരാതിരിക്കുന്നതിന് അനന്തരഫലമായിട്ട് നമ്മൾ ദൈവമക്കളെ തന്നെ ശത്രുക്കളായിട്ട് കാണുന്നൊരു മനോഭാവമുണ്ട്. സാഗ്ഡോർ പറയുമ്പോഴൊക്കെ ഈ സമയങ്ങളിൽ പറയാനുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ആഗ്രഹം അവർ ഈ ആത്മാവിനാൽ നടത്തപ്പെട്ടിരുന്നു എങ്കിലാണ്. അവരെ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷെ അതാണ് അവരെ തെറ്റിച്ച് കളയുന്നത്. അവരെ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയായിരുന്നെങ്കിൽ അത് എത്ര മനോഹരമായിരുന്നേനെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ബോധ്യം കിട്ടുന്നില്ല. അവരുടെ ഊന്നൽ ആ ഒരു കാര്യത്തിലല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനവനെ ചേർത്ത് കൊള്ളുകയും. ഇപ്പം ഒരു പഠിപ്പീര് അവർ ആരാധനകൾക്ക് വരുമ്പോൾ അല്ലെ യോഗങ്ങൾക്ക് വരുമ്പോൾ വെള്ളവസ്ത്രം മാത്രമേ ധരിക്കാവുന്നതായിരുന്നു. ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതിലൊക്കെ ഒത്തിരി അയവ് വന്നിട്ടുണ്ട്. വെള്ളവസ്ത്രം ധരിക്കാതെ ഒരാൾ ആ പള്ളിയിൽ വന്നാൽ അവരാളെ ഒറ്റപ്പെടുത്തും. ആളോടുള്ള എല്ലാവരും അകന്നു നിൽക്കും. കാരണം അവിടെ പൊതുവെയുള്ള പഠിപ്പീരിന് വിരുദ്ധമാണ്. അതുപോലെ ഒരു കാലഘട്ടത്തില് മരുന്ന് ഉപയോഗിക്കുന്നവരെ ഒരു മുടക്കുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ്. ചിലർക്ക് മരുന്ന് ഉപയോഗിക്കാതെ കർത്താവിനെ സൗഖ്യമാക്കുമെന്നുള്ള വിശ്വാസം അത്രത്തോളം ഉള്ളവരുണ്ട്. ഇപ്പൊ അത് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പം അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാളെ ഈ അടിച്ചേൽപ്പിക്കലിന്റെ അനന്തരഫലമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ആപത്ത് എന്താന്ന് ചോദിച്ചാൽ, അയാൾ ഒരു പക്ഷേ അയാൾക്ക് വിശ്വാസം ഇല്ലാതെ ഇതിനെ പിന്തുടരുന്നതുകൊണ്ട് അയാൾ ചിലപ്പോൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവം നമുക്ക് തരുന്ന ബോധ്യങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്. ഞാൻ പെന്തക്കോസ്തിലുണ്ടായിരുന്ന ഒരു അപ്പച്ചനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ അറിയായിരിക്കും, മുട്ടൻ ഗീവറീസ് എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ. ഒരിക്കലും പുള്ളിയായിട്ട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് ദൈവം അംഗീകരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡ്രസ് എന്ന് പറഞ്ഞ പുള്ളി ജുബായി കൊണ്ടുവരുന്നു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത, ഒരു കാലത്തെ പെന്തക്കോസ്തിലെ അപ്പച്ചന്മാർക്കെല്ലാം അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഫിലിപ്പോ അങ്ങനെയുള്ള എല്ലാവരും ആ നിലയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതാണ് ഏറ്റവും ബെസ്റ്റ് ഡ്രസ് എന്ന് അവർ ചിന്തിക്കാറുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, അത് എനിക്ക് മാത്രമുള്ളതാണ്. ഞാനത് ഫോളോ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഞാനതൊരു പഠിപ്പീരാക്കി കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിലാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ നമുക്കെല്ലാം അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് പല കാര്യങ്ങളിലും. ഞാനാണ് മാതൃക, ഞാൻ ചെയ്യുന്ന പോലെ വേണം മറ്റുള്ളവരും ചെയ്യാൻ. അതാണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ദൈവം എനിക്ക് അങ്ങനെ ഒരു ബോധ്യം തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കത് സ്വസ്ഥത തരുന്ന കാര്യമാണ്. പക്ഷെ വേറൊരാൾക്ക് ആ ബോധ്യം ഇല്ലാത്ത ഒരാളെ അത് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിക്കുമ്പം അയാളുടെ മനസാക്ഷിയിൽ ഒരു ആക്ഷേപമുള്ളവനായി തീരും. അയാൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതിന്റെ മുമ്പിലുള്ള കാര്യം മനുഷ്യഭയത്തില്ല, അല്ലെ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ്. മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യം അയാൾക്ക്, അത് ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മനസാക്ഷി എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അയാളെ. അപ്പൊ നമ്മൾ ഒരു ചർച്ചിലായിരിക്കുമ്പം, ഇപ്പൊ പെന്തക്കോസ്ത് ചർച്ചില്, പ്രത്യേകിച്ച് കേരളത്തില് ആഭരണം ധരിച്ചു വരുന്ന ഒരു സഹോദരിയെ കണ്ടാൽ ബാക്കിയുള്ളവരെല്ലാം ഇച്ചിരി അകന്നു നിൽക്കും. അപ്പം കുറേശ്ശെ അയവ് വന്നിട്ടുണ്ട്.
കാരണം അവരുടെ പൊതുവിലുള്ള പഠിപ്പില് ആഭരണം ധരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ചർച്ചയിൽ നമ്മൾ നോക്കുമ്പോൾ ആഭരണം ഉള്ളവരുണ്ട്, ഇല്ലാത്തവർ നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. കാരണം നമ്മുടെ ചർച്ചയിലുള്ള പഠിപ്പീരിന്റെ അനന്തര ഫലമായിട്ടാണ്. അപ്പം അവരുടെ ഉള്ളിൽ ആഭരണത്തോട് താല്പര്യമുണ്ട്. പക്ഷെ പഠിപ്പീര് ഇങ്ങനെ ആയതിന്റെ പേരിൽ അവർ ആഭരണം ഊരുമ്പോൾ അത് ശരിക്കും ദൈവമുമ്പാകെ ഉള്ളൊരു കാര്യമല്ല. അത് മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചിലരൊക്കെ പറയാറുണ്ട് രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അത് ദൈവം അവരോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവരോട് പറഞ്ഞ കാര്യം അവർ വേറുള്ളവർക്ക് ഒരു നിർദ്ദേശമായിട്ട് കൊടുക്കുമ്പോൾ അതൊരു മരണമാണ് ഉളവാക്കുന്നത്. നമ്മുടെ ഈ കുടുംബ ജീവിതത്തിൽ ഇപ്പം ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പൊ ആ പെൺകുട്ടി ആഭരണം ധരിക്കുന്ന പെൺകുട്ടിയാണ്. ഈ വിവാഹത്തിനാകുമ്പോൾ ചെറുക്കന് ആഭരണത്തോട് വിരോധമുണ്ട്. അപ്പം ഈ ആഭരണം ഇട്ടുകൊണ്ട് ഒരു വിവാഹം നടക്കുക എന്ന് പറഞ്ഞാൽ ആ വിവാഹം നടക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ആ സഹോദരി ആഭരണം ഊരുന്നു. പക്ഷെ അത് ആ സഹോദരിയുടെ മനസ്സിൽ എപ്പോഴും ഒരു നീറ്റലായിട്ട് കിടക്കും. അതേസമയം അങ്ങനെ ഒരു ബോധ്യം സഹോദരിക്ക് കിട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമില്ല. ദൈവം നമ്മളോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിലാണ് ദൈവം നമ്മളെ അവിടെയുള്ള ബന്ധത്തിൽ ഇടപെടുന്നത്. ചിലത് നമുക്ക് വെള്ളം ചേർക്കാൻ കഴിയത്തില്ല, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ മറ്റു ചിലത് ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകുന്നുണ്ട്. അപ്പൊ ഒരു സഭയ്ക്കുള്ളിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തന്ന ബോധ്യങ്ങളിൽ നമ്മൾ നടക്കുന്നു. വേറൊരു സഹോദരൻ ദൈവം തനിക്ക് കൊടുത്ത ബോധ്യങ്ങൾ പ്രകാരം പോകുന്നു. ഒരിക്കലും ഒരു ക്ലാഷ് ഉണ്ടാവത്തില്ല. പക്ഷെ ഈ കൾട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ കർശനമായിട്ട് ചില വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, വചനവുമായിട്ട് ബന്ധമില്ലാത്ത ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കും. യഹോവ സാക്ഷികളുടെയൊക്കെ ഇടയിലൊരു പ്രത്യേകത, അവരെഴുതിയ പുസ്തകങ്ങളല്ലാണ്ട് ഒരു പുസ്തകവും വായിക്കാൻ പാടില്ല. കർശന നിയമം. അങ്ങനെ ഒരു പുസ്തകത്തോടുകൂടി പിടിക്കപ്പെട്ടാൽ ആളെ അവർ മുടക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെ മറ്റു പുസ്തകങ്ങളൊന്നും വായിക്കുകയില്ല, അവർ കൊണ്ടു നടക്കത്തില്ല, അവർ സ്വീകരിക്കുകയില്ല. മറ്റൊരാൾ കൊടുത്താൽ സ്വീകരിക്കുകയില്ല. പക്ഷെ അവരുടെ പുസ്തകം അവരെല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, സഹോദരന്മാരെ, അടിസ്ഥാന കാര്യങ്ങളിലല്ലാതെ എല്ലായിടത്തും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നവരായിരിക്കണം. പണ്ട് സാഗർ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ, ഒരു വീട്ടില് ഭാര്യയുടെ ഒരു പ്രത്യേകത, പുള്ളിക്കാരി അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി ഇങ്ങനെ ചെതറിയിട്ടേക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴുകിയിട്ടാണ്. പക്ഷെ ഭർത്താവിന് ഭയങ്കര നിർബന്ധമുണ്ട് ഇതൊക്കെ ക്രമത്തിൽ വെക്കണമെന്ന്, കഴുകി അടുക്കി വെക്കണം. ഒരു ദിവസം സഹോദരി ഇല്ലാത്തൊരു സമയത്ത് പുള്ളി അടുക്കള കയറി ഈ പാത്രം എല്ലാം കഴുകിയിട്ട് സഹോദരി ഇടുന്നവരെ ചെതറിച്ചിട്ടു. പിന്നെ കാരണം സഹോദരി വരുമ്പോഴത്തേല്ലാം അടുക്കി വെച്ചേക്കുന്ന കാണും പുള്ളിക്കാരിക്ക് ആപ്പാടെ വിഷമം തോന്നും. അപ്പൊ ആ വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി ആ സഹോദരി എങ്ങനെ ചെയ്യുമോ അങ്ങനെ തന്നെ ഈ സഹോദരൻ ചെതറിച്ചിട്ടിരുന്ന പറഞ്ഞേ. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ബ്രദർ പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ കൂട്ടായ്മ നഷ്ടപ്പെടും, ആന്തരിക കൂട്ടായ്മ നഷ്ടപ്പെടും. പുള്ളിക്കാരിയുടെ മനസാക്ഷിയിലാകെപ്പാടെ അതൊരു ബുദ്ധിമുട്ടിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. ഇന്നും കണ്ട് നമ്മൾ അടുക്കും ചിട്ടിയൊന്നും വേണ്ടെന്നല്ല, പക്ഷെ അതൊരു ലോയായി വരുമ്പോൾ ഒരു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ പലപ്പോഴും കുടുംബജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഏറ്റുമുട്ടലിന്റെ കാരണം ഇങ്ങനെയുള്ള ചില രണ്ടുപേരുടെ ഇഷ്ടങ്ങളായിരിക്കും. ഭർത്താവിന്റെ ഇഷ്ടം ഉണ്ടാവും, ഭാര്യയ്ക്ക് വേറെ ഇഷ്ടമായിരിക്കും. അത് എപ്പോഴും ഒരു നിരന്തരമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു വിമ്മിഷ്ടവും അസ്വസ്ഥതയും അകൽച്ചയൊക്കെ ഉളവാക്കും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങളേ അല്ല. ഇനി പാത്രം കഴുകി അടുക്കി വെച്ചാലും ചെതറിച്ചിട്ടാലും അത് നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമേ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയണം. പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവിന് ആ സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് കൊടുക്കാനോ അല്ല ചില കാര്യങ്ങൾ ഭാര്യയ്ക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഭർത്താവിന് കൊടുക്കാനോ കഴിയും. അതിന്റെ കാരണം, അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഒരു ഐക്യത ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഉള്ളിൽ എപ്പോഴും ഒരു നീറ്റലോട് കൂടിയായിരിക്കും ഒന്നിച്ചു പോകുന്നത്. ഈ
ഈ 14-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. അപ്പോസ്തലൻ ഇത് എഴുതുമ്പം ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തില് ഈ വിഗ്രഹാരാധന അല്ലെ ക്രൈസ്തവരല്ലാത്ത ഒരു വലിയ സമൂഹത്തിലായിരുന്നു ക്രിസ്ത്യാനികളായവരും ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഈ വിഗ്രഹത്തിന് അർപ്പിക്കാത്ത മാംസം കിട്ടത്തില്ല, വിഗ്രഹാർപ്പിതമാണത്. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ, ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തടി കഷ്ണം, അല്ലാണ്ട് അതിനകത്തല്ല കഥയിരിക്കുന്നത്. അതിന്റെ മുമ്പിൽ കൊണ്ട് കുറച്ച് ഇറച്ചി വെച്ചത് കൊണ്ട് അതിന് മാറ്റമൊന്നും വരുത്തുന്നില്ല, എനിക്കത് പ്രശ്നമില്ല, ഞാനത് കഴിക്കുമെന്ന് പറയുന്നു. പക്ഷെ ചിലർക്ക് അങ്ങനെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ചതാണെന്ന് ചിന്തിക്കുമ്പോഴേ അവരുടെ മനസാക്ഷി മലിനമായി തീരും. അത് തിന്നുക എന്ന് പറയുമ്പോൾ ഒരു മഹാപാതകമായിട്ട് അവർ കാണുന്നു. അതാ ഇവിടെ പറഞ്ഞ അപ്പോസ്തലൻ തെളിയിക്കാൻ ശ്രമിക്കുന്നു, ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീന സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് എന്ന് പറയുമ്പോൾ ആ സഹോദരന്റെ മനസാക്ഷിക്ക്, ഞാൻ ഈ വിഗ്രഹാർപ്പിതത്തിന് മുമ്പിൽ ഇരിക്കുന്ന കാണുമ്പം അവനതൊരു ഇടർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സഹോദരനെ ബലഹീൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴിക്കരുത്. നമുക്കൊരു വിശ്വാസമുണ്ട്, ഈ തടീനെ മുമ്പിൽ വെച്ചെന്നും കൊണ്ട് ഇതിനൊരു മാറ്റവും വരുന്നില്ല, എനിക്കത് കഴിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ മറ്റൊരു സഹോദരൻ അത് ഇടർച്ച ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അവന്റെ മനസാക്ഷി വളരെ ബലഹീനമാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രവൃത്തി നിമിത്തം അവന്റെ മനസാക്ഷിയിൽ അവൻ കുറ്റം വിധിക്കപ്പെടുകയും തെറ്റിപ്പോനിടുകയും ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ മേലായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുത്തവൻ തിന്നാത്തവനെ ധിക്കരിക്കരുതെന്ന് പറഞ്ഞാല്, അങ്ങനെ ഒരു മനസാക്ഷിയുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെ അവന്റെ മനസാക്ഷിയെ ധിക്കരിച്ച് നമ്മളത് തിന്നരുത്. അങ്ങനെ തിന്നുന്നത് അവന് വേദനയ്ക്ക് കാരണമായി തീരുന്നു. തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ഇപ്പൊ ഞാനത് തിന്നുന്നില്ല, പക്ഷെ ഒരാൾ തിന്നുന്ന കാണുന്ന ഞാൻ അവനെ വിധിക്കുമ്പം എന്റെ ഭാഗത്താ തെറ്റ് വരുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളെ ഒരു ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം വേറെ ഒരു അവയവത്തിന് വരുന്ന ഒരു വേദന എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ആ തലയുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിലേക്ക് 2-ാമത്തെ ഭാഗത്ത് പറയുന്നത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഈ രണ്ടുപേരെയും ദൈവം കൈക്കൊണ്ടതാണ്. അവർ രണ്ടുപേരും ദൈവമക്കളായി തീർന്നവരാണ്. പക്ഷെ അവർക്ക് ചില കാര്യങ്ങളില് ഇങ്ങനത്തെ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. തുടർന്ന് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീയാർ, അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ, അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. പലപ്പോഴും നമ്മുടെ ആത്മീയ ശൈശവ പ്രായത്തില് നമുക്കിത് നേരിടാനായിട്ട് കഴിയും. ഇപ്പം മീശ പഠിച്ചിട്ട് താടി മാത്രം വെച്ചോണ്ട് നടക്കുന്ന ഒരാളെ കാണുമ്പം പ്രത്യേകിച്ച് ഒരു മലയാളിക്ക് ഒരു അസ്വസ്ഥത തോന്നും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന പ്രവണത അയാളെ വിധിക്കാനാണ്, വിമർശിക്കാനും വിധിക്കാനുമാണ്. പക്ഷേ ദൈവം അങ്ങനത്തെ ഒരു സാഹചര്യം അനുവദിക്കാനുള്ള ഉദ്ദേശം നമ്മുടെ ഉള്ളിലുള്ളത് നമ്മളെ കാണിക്കാനാണ്. നമ്മൾ വിധിക്കുന്ന കാര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചോ എന്നുള്ളത് അറിയാനായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തോട് ദൈവം നമ്മളെ കടത്തിവിടുന്നത്. അപ്പൊ അവിടെ എല്ലാം നമ്മളെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എവിടെ എത്തി, ദൈവിക സ്വരൂപത്തോട് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണത് കാണിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ഇടുക്കത്തെ അത് കാണിക്കുന്നത്, വിശാലതയില്ലായ്മയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ ബാഹ്യ കാര്യങ്ങളൊന്നും ദൈവഭക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ദൈവഭക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ശക്തമായിട്ട് വിയോജിക്കാം. അല്ലാത്ത കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരാൾ അങ്ങനെ പോകുന്ന കാണുമ്പോൾ നമ്മളയാളെ വിധിക്കേണ്ട ആവശ്യമില്ല, അയാളെ സ്വതന്ത്രനായിട്ട് വിടുക, അയാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആര്?
കർത്താവ് ഒരു ഉപമ പറഞ്ഞല്ലോ, ഈ പല സമയങ്ങളിലായിട്ട് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കായിട്ട് വിളിച്ചാക്കിയവരോടുള്ള ബന്ധത്തിൽ. അപ്പൊ ആദ്യം രാവിലെ തന്നെ വന്നവർ വിചാരിച്ച് തങ്ങൾക്ക് കൂടുതൽ കിട്ടും. പക്ഷേ കൊടുത്തു തുടങ്ങിയപ്പം അതിന് വിരുദ്ധമായിട്ട് കണ്ടപ്പോൾ അവര് പിറുപിറുത്തെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന് പറഞ്ഞൊത്ത കൂലി കൊടുത്തു. പക്ഷെ അവന് ചിന്തിച്ചത് അവസാനം വന്ന ആൾക്ക് ഒരു താലന്ത് കൊടുത്തെങ്കിൽ എനിക്ക് കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ള ചിന്തയാണ്. പലപ്പോഴും നമ്മുടെ ഈ കൃഷിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മൾ എന്തുകൊണ്ടാണ് വിധിക്കുന്നത്? മറ്റുള്ളവരെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അന്യനെ വിധിക്കരുത്. നമ്മുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ വേരൂന്നിരിക്കുന്ന ഒരു കാര്യമാണ് വിധിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ദാസനാണ് ശരി, നമുക്ക് വിധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ മറ്റൊരുത്തന്റെ ദാസനാണ്. അവിടെ നമ്മളും ഒരു ദാസനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റേ ആളും ഒരു ദാസനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരും കണക്ക് കൊടുക്കേണ്ട യജമാനാണ്, പരസ്പരമല്ല. യജമാനാണ് കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതെല്ലാം ആത്യന്തികമായിട്ട് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സംഭവിക്കേണ്ടതാണ്. നമ്മൾ സ്വർഗത്തിൽ ചെന്നതിന് ശേഷമല്ല ആ ഒരു മാറ്റം വരുന്നത്, ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് അത് വരേണ്ട. എബ്രായ ലേഖനത്തില് ഇങ്ങനത്തെ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തില് അവസാനത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. ഈ സിദ്ധന്മാരായ നീതിമാന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിളിക്കപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടന്ന് ദൈവിക പരിപൂർണത പ്രാപിച്ചവരെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കള്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണം ദൈവം പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനനുകൂലമായ പല വിവിധ സാഹചര്യങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിധിക്കാതിരിക്കാനായിട്ട്, നമ്മളെ പഠിപ്പിക്കാനായിട്ട്, വിധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വിധിക്കാനുള്ള താല്പര്യം ഉയർന്നു വരുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജയിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രവണത എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ വിധിക്കുന്നവരും വിമർശിക്കുന്നവരുമാണ്. അത് മനുഷ്യന്റെ പൊതുവിലുള്ള സ്വഭാവമാണ്. പക്ഷെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം ദൈവിക പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പൂർണ്ണ ശുദ്ധീകരണം നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണെന്നാണ്. പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുക, അത് ഇവിടുന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം സഹായിക്കുന്നത്. അപ്പൊ നമ്മള് സ്വന്തം, അവൻ നിൽക്കുന്നോ വീഴുന്നോ സ്വന്തം യജമാനൻ അത്രേ. ലിവിവേളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവം തന്നെ അവരെന്ത് ചെയ്യണമെന്ന് അവരോട് പറയട്ടെ, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഈ പൂർണ്ണതയുടെ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മളൊരു അനുസരണത്തിന്റെ വഴിയെ നടക്കേണ്ടത്. മറ്റുള്ളവരെ നമ്മളെ നിർബന്ധിച്ചിട്ടല്ല. നമ്മുടെ ഫ്രീ വില്ല് ദൈവം ഒരിക്കലും മാറ്റുന്നില്ല. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ മാറേണ്ടത്, ദൈവത്തിൽ നിന്നുള്ള ബോധ്യങ്ങൾ നമ്മൾ പ്രാപിച്ചിട്ടാണ്. മറ്റുള്ളവർ പറയുന്നതിനെ നിരസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്.
അവര് പറയാനുള്ളത് കേട്ടതിന് ശേഷം ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കർത്താവിൽ നിന്ന് നേരിട്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ, നമ്മളൊരു സഭയിലായിരിക്കുമ്പം നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്ന ബോധ്യങ്ങളെ ഉറപ്പിക്കുന്ന വചനങ്ങളായിരിക്കും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ബോധ്യങ്ങളെ ഉറപ്പിക്കുന്ന വചനങ്ങളായിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആത്മാവ് നമ്മളോട് സാക്ഷി പറയും നമ്മുടെ ഉള്ളിൽ, ഇത് തന്നെയാണ്, ഇതാണ് ശരി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ആ ബോധ്യത്തിൽ നമ്മൾ നടക്കുന്നിടത്താണ് നമ്മുടെ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. ദൈവമുമ്പാകെ ലഭിക്കുന്ന ഒരു ബോധ്യമാണ്. ആര് പറഞ്ഞാലും മാറിപ്പോകുന്നതല്ല. ചിലരെ അനുകൂലിച്ചാൽ നമുക്ക് ഒരു ഉറപ്പ് വരുന്നതിൽ, ചിലർ പ്രതികൂലിച്ചാൽ നമുക്ക് സംശയം വരത്തില്ല. ആ നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ദൈവ ബോധ്യങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നതിൽ അനന്തരഫലമായിട്ടാണ് നമ്മൾ പടിപടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു: ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താന്താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശാബത്തായിരുന്നു അവരുടെ ഒരു മാനിക്കുന്ന ദിവസം. അന്ന് വേലയൊന്നും ചെയ്യത്തില്ല, അന്ന് തീ കത്തിക്കത്തില്ല. അങ്ങനെ ഒത്തിരി ചട്ടങ്ങൾ അവർ പ്രമാണിക്കുമായിരുന്നു. പക്ഷെ വീണ്ടും തന്നെ പ്രാവശ്യം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും യഹൂദന്മാരി അന്ന് വന്ന പലരും ഈ ക്രിസ്ത്യാനികളും ശബത്ത് ആചരിക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അവര് തലമുറകളായി, നൂറ്റാണ്ടുകളായി ആചരിച്ചു പോന്ന ചില കർമ്മങ്ങളായിരുന്നു അത്. പക്ഷെ നമ്മള് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഒരു പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴിലായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു നിയമം ഇല്ല. ഇവിടെ പറയുന്നത് ചിലർ ഒരു ദിവസത്തെ മാനിക്കുന്നു. അപ്പൊ നമുക്കതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ഈ സമയങ്ങളിൽ കേൾക്കുന്നൊരു കാര്യമായി ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ, അങ്ങനത്തെ ചൂട് പിടിച്ച ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ മറുപടി എന്താ? ഒരാൾക്ക് ആഘോഷിക്കണേ ആഘോഷിക്കാം, വേറെ ആൾക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ഇപ്പൊ ആഘോഷിക്കാത്തവനെ വിധിക്കരുത്, ആഘോഷിക്കുന്നവനെ വിധിക്കരുത്. അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം ദൈവജനം അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് ദൈവജനത്തിന്റെ കൽപ്പനകളുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പൊ വീണ്ടും ജനിച്ച ഒരാൾ, മാനസാന്തരപ്പെട്ട ഒരാള് സ്നാനപ്പെടണം, അതിനകത്തൊരു തർക്കവും, അത് ശരിയാ. പക്ഷെ ഈ ബർത്ത്ഡേ ആഘോഷിക്കണോ വേണ്ടയോ? അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി ലേഖനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദൈവികമല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അപ്പോസ്തലൻ പറയുമ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റു ദിവസത്തെ മാനിക്കുന്നു, അതുപോലെ തന്നെ വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യം കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. ഈ കൾട്ടുകളോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ സ്വാതന്ത്ര്യമില്ല. അവരൊരു പഠിപ്പിക്കുന്നത് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന കാര്യങ്ങൾ അത് ശരിയായിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരാൾക്ക് വേണം വെള്ളവസ്ത്രം ധരിക്കണം നിർബന്ധമാണെങ്കിൽ ധരിക്കാം, മറ്റൊരാൾ ഇതിനെ വിധിക്കുന്നോ വിമർശിക്കുന്നോ ഇല്ല. വേറൊരാൾക്ക് കളർ ഡ്രസ് ഇടണമെന്ന് വെച്ചാൽ അയക്കത് ചെയ്യാം, മറ്റൊരാൾ അതിനകത്ത് കയറി ഇടപെടുന്നില്ല. ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ സഭയിൽ വരുന്നവരെല്ലാം വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വരണം എന്നുള്ളൊരു നിയമം കൊണ്ടിരുന്നിടത്താണ് ഈ ദൈവിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്. എന്നാൽ ജാഗ്രത ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ പൂക്കളെ നോക്കി ഏതൊക്കെ കളറുണ്ട്, അല്ലേ? പൂക്കളെ നോക്കി എന്തൊക്കെ കളറുള്ള പൂക്കളുണ്ട്. അപ്പൊ ദൈവം വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ചെയ്തേ. അല്ലായിരുന്നാലോ ഒറ്റ നിറമുള്ള പൂക്കൾ മാത്രമേ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുകയുള്ളായിരുന്നു. അപ്പം അല്ലേ? അതുപോലെ നമുക്കെല്ലാം അറിയാം, നമുക്ക് പല നിറങ്ങളെയാണ് ഇഷ്ടം. ഒരാൾക്ക് വെള്ളയാണ്, ഒരാൾക്ക് മഞ്ഞയായിരിക്കും, ഒരാൾക്ക് ചുമപ്പായിരിക്കും, ഒരാൾക്ക് വയലറ്റ് ആയിരിക്കും, അല്ലേ? പല ഇഷ്ടങ്ങളാണ് മനുഷ്യനുള്ളത്. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ച് അതുപോലെ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ഈ വൈവിധ്യമുണ്ട്. പക്ഷേ ഈ കൾട്ടുകൾ അത് അംഗീകരിക്കത്തില്ല. അപ്പൊ നമ്മളും
ആ ഒരു വൈവിധ്യത്തെ അംഗീകരിക്കാതെ വരുന്നിടത്ത് നമ്മൾ ഒരു കൾട്ടിന്റെ ആത്മാവുള്ളവരാണ്. അപ്പൊ നാം നമ്മെ തന്നെ വിധിക്കണം. ഈ 14-ാം അധ്യായം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദിവസത്തെ ആദരിക്കുന്നവന് കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവന് കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. തിന്നുന്നവനും ദൈവത്തെ സ്തുതിക്കുന്നു, തിന്നാത്തവനും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസത്തെ ആദരിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എല്ലാ ദിവസങ്ങളെ ആദരിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നം, എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് ഈ വിഷയം. അതാ ദൈവം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യപ്പെട്ട കാര്യമല്ല. അതെപ്പോഴും നമ്മളെ ഒരു കട്ടിലേക്ക് നയിക്കുന്ന ചിന്താഗതികളാണ്. തുടർന്ന് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഇത് വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സുവിശേഷമാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ളവരെ ഒന്നും വിധിക്കുകയല്ല ചെയ്യുന്നത്, വിമർശിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ആ കാര്യങ്ങളോടൊക്കെ ഒത്ത് നാം നമ്മുടേതായ ഒരു നിലയിൽ ഒത്തുപോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. പണ്ടത്തെ കാലത്തെ ഈ അപ്പച്ചന്മാർക്കൊക്കെ ഒത്തിരി നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഭയങ്കര ബഹളം ഉണ്ടാവും. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒച്ച കേൾക്കരുത്, വർത്താനൊന്നും പറയാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ അപ്പച്ചന്മാരുണ്ടായിരുന്നു. അപ്പൊ ഒച്ച കേട്ടാൽ ആകെ പ്രശ്നം ഉണ്ടാവുക. പക്ഷെ ചിന്തിച്ച് ഇതിനൊക്കെ എന്താ കഥയുള്ളത്? അതൊക്കെ ഇങ്ങനെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾക്കനുസരിച്ചുള്ള ഒരു യാത്രയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ ചിലർ വർത്താനം പറയും, നമുക്ക് അതിനെക്കുറിച്ച് വിരോധമൊന്നുമില്ല, നമ്മൾ പറയുന്നില്ല, നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നു. ചിലര് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു, അവരത് ചെയ്യും, നമുക്ക് അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരികയാണെങ്കിൽ ശുദ്ധീകരണം നമ്മുടെ ഉള്ളിൽ ആവശ്യമുള്ള. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, ചേട്ടന്മാരൊക്കെ പഠിക്കാൻ പോയിട്ടൊക്കെ വരുമ്പം, വല്ലകാലത്തൊക്കെ വരുമ്പം രാത്രി ഇരുന്ന് വർത്താനം പറയും. അപ്പം ഫാദർ ഞങ്ങളെ ഓടിക്കുക, പോയി കിടക്കടം പിന്നി പോയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്ത് കളിയാ ഇത്, അകപ്പാടെ ഇവരെ വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. അപ്പൊ കുറച്ചേരൊന്ന് വർത്താനം പറയാന്ന് വെച്ചാൽ അതും സമ്മതിക്കത്തില്ല. കാരണം അവര് വളർന്നു വന്ന ശൈലി അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വന്നുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെ വീട് വിട്ടു പോകലോ പഠിക്കാൻ പോകലോ വേർതിരിച്ചിരിക്കലോ ഒന്നുമില്ല. മക്കളെല്ലാം വീട്ടിൽ തന്നെ കാണും, അവരോട്ട് വൈകുന്നേരം ഒരു പണിയെടുക്കും, രാത്രി ഒത്തിച്ചുകൂടി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും, അങ്ങനെ ആയിരുന്നു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ പഠനമായി വീട് വിട്ടു പോകാൻ തുടങ്ങി, വല്ലപ്പോഴൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഒന്ന് വർത്താനം പറയാന്നൊക്കെ പറയുമ്പോൾ നമുക്കും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അവരുടെ കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ. പക്ഷെ അതിന് പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ലാത്തൊരു നിലപാടെടുക്കാന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞ പോലെ ആത്മീയ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. മറ്റുള്ളവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കൊരു ചിന്താഗതിയുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് പോകുന്നിടത്താണ് ഭിന്നത ഉണ്ടാകുന്നത്. പക്ഷെ ദൈവം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് മറ്റുള്ളവർക്കും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കും. ദൈവം നമുക്കും സ്വാതന്ത്ര്യം തരുന്നു, നമ്മൾ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പാപം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല, പക്ഷെ അടിസ്ഥാന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആ ഒരു അച്ചടക്കത്തിൽ നിൽക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നത് നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ ആരും തനിക്കായി മരിക്കുന്നുമില്ല. ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ പ്രധാനമായിരിക്കുന്നത്. ആത്മാവ് എപ്പോഴും ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. വ്യക്തിപരമായിട്ട് ആ ദൈവത്തിന്റെ പരിശ്രമങ്ങൾ ഇടപെടുകയും ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നിരന്തരമായിട്ട് നയിക്കുക. പാപം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമല്ല,
ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, പാപം ചെയ്യരുത് തന്നെയാണ്. പക്ഷെ അല്ലാത്ത അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. 8-ാമത്തെ വാക്യത്തിൽ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞ് ഈ സഹോദരനെ വിധിക്കുകയും സഹോദരനെ ധിക്കരിക്കുകയും ചെയ്യുന്നത് എന്ത്? സഹോദരനെ നമ്മുടെ എല്ലാ ഉള്ളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെത്താൻ വിധിക്കാനാണ്. പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ വളരെ പുറകിലാണ്. പക്ഷെ മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്, വളരെ പെട്ടെന്ന് നമ്മൾ വിധിക്കുന്നവരാണ്. ഇവിടെ ദൈവാത്മാവ് ചോദിക്കുന്നു, എന്നാൽ സഹോദരനെ വിധിക്കുന്നത് എന്ത്? സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 2 Corinthians 5 നമ്മൾ വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പൊ നമ്മള് ഇന്നേ ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ വിധിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിധിക്കത്തില്ല. കാരണം നാം വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ, വിധി ചെയ്യുന്നവരെ വിധിക്കുകയും അത് തന്നെ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യയാണ്. നമ്മള് പല കാര്യങ്ങളോടും മറ്റുള്ളവരെ വിധിച്ചിട്ട് നമ്മൾ അത് തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റില്ല, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ഭയങ്കര തെറ്റാണെന്നുള്ളൊരു ചിന്താഗതിയുണ്ട് നമ്മുടെ ഉള്ളില്. ഇങ്ങനെയാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്. 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളെ തന്നെ സൂക്ഷിക്കും. യോഹന്നാൻ 3:3 പറഞ്ഞിരിക്കുന്ന പോലെ, അവന്റെ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു പറഞ്ഞ പോലെ, നമ്മളിങ്ങനെ ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിലോട്ട് തന്നെ ചുരുങ്ങാൻ തുടങ്ങും. ഇപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വളരെയേറെ വ്യാപൃതരായിരിക്കുന്നവരായിട്ടാണ്. ഭർത്താവ് ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ടേയിരിക്കും. നാം നമ്മെ തന്നെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ചിന്തകളും നമ്മൾ വിധിക്കുന്ന മനോഭാവത്തിൽ നിന്ന്, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നാം നമ്മെ തന്നെ വിധിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളെ തന്നെ വിധിച്ചിട്ടുണ്ടല്ലേ. 1 Corinthians പറഞ്ഞിരിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടത്തില്ല. ഇന്ന് നമ്മള് ഇങ്ങനെയുള്ള ഓരോ പരീക്ഷയിലും നമ്മളെ തന്നെ വിധിക്കുന്നിടത്ത് നമ്മൾ വരാൻ പോകുന്ന ഒരു ന്യായവിധിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി പ്രാപിക്കുക ചെയ്യും. പക്ഷെ ഇന്ന് നാം നമ്മെ തന്നെ വിധിച്ചില്ലെങ്കിൽ അന്ന് നാം എല്ലാം വിധിക്കപ്പെടും. ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ജീവിക്കുന്നിടത്ത് കുടുംബജീവിതത്തിൽ തന്നെ ഒരു ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടാകും, ടെൻഷൻ ഇല്ലാണ്ട് പോകും. മറ്റേ പലപ്പോഴും നമ്മളിങ്ങനെ പരകാര്യത്തിൽ വ്യാപൃതരായിട്ട് കിടക്കുമ്പോൾ ഭാര്യമാരൊരു സൂചിമനയിലാണ് എപ്പോഴും നിൽക്കുന്നത്, ഭർത്താവിനോടുള്ള ബന്ധം ചിന്തിക്കുന്നത്. ആകെ ഒരു ടെൻഷനിലായിരിക്കും. ആളെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊരു ടെൻഷനാണ് വരുന്നത്, ഒരു സമാധാനമല്ല വരുന്നത്. അല്ലേ? കാണുന്നതിനകത്തെല്ലാം കയറി തലയിടും, എല്ലാവർക്കും കുറ്റം പറയും, എല്ലാം ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. അവരെപ്പോഴും ഒരു മനുഷ്യഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. ചില ഭാര്യമാരോടുള്ള ബന്ധം ഭർത്താക്കന്മാർക്കും അങ്ങനത്തെ ഒരു ടെൻഷൻ കാണും. 2 തരത്തിൽ സംഭവിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. ഭാര്യ എന്ത് പറയും എന്നുള്ള ചിന്തയിലായിരിക്കും പലപ്പോഴും ഭർത്താക്കന്മാര് ഇങ്ങനെ ടെൻഷനിലായിരിക്കും ജീവിക്കുന്നത്. സഹോദരന്മാര്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കാനായിട്ട്, സമാധാനം ഉണ്ടാക്കാനായിട്ടാണ്. എങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മൾ തന്നെ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കുന്നവരായിരിക്കും. നമ്മൾ കാണുന്നതിനെല്ലാം ചെന്ന് തലയിടത്തില്ല, നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തില്ല.
നമ്മള് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുകയും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ ഇടകൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചൂട് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സൗകര്യ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ടെൻഷൻ കാണും. നാളെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ചൂടുള്ള വെള്ളം എന്നുള്ളതാണ്. അവിടെ നമ്മൾ മാനസാന്തരപ്പെടുകയാണല്ലേ അവർക്ക് കുറെ ടെൻഷൻ കുറയും. പക്ഷെ നമ്മൾ ദൈവത്തെ അറിയും തോറും നമ്മൾ ഒത്തിരി നിർബന്ധങ്ങളിൽ നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ നമ്മളുടെ ഒരു ശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അറിയേണ്ട അളവിൽ അറിയുന്നില്ലെന്നല്ല, അറിയേണ്ട അളവിൽ നമ്മൾ അറിയുന്നില്ല. അപ്പൊ കർത്താവിന് കൂടെ നടന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തില് അവര് വളരെ സ്വാതന്ത്ര്യത്തിലാണ് ജീവിച്ചത്. കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ വിളിച്ച് വേറെ മാറ്റി നിർത്തി അവനെ ശാസിച്ചെന്നാണ്. നിനക്ക് അങ്ങനൊന്നും ഭവിക്കരുത്. കർത്താവിനെ വിളിച്ചോട്ട് പോയി മാറ്റി നിർത്തി കർത്താവിനെ ശാസിച്ചെന്നാണ്. നിനക്ക് അങ്ങനൊന്നും. അപ്പൊ ആ സ്വാതന്ത്ര്യം ചിന്തിച്ചു കഴിഞ്ഞു. കർത്താവിനെ വിളിച്ച് മാറ്റി നിർത്തി കർത്താവ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കർത്താവ് നീ അങ്ങനൊന്നും പറയരുത്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യം വളരും തോറും നമ്മുടെ കുടുംബജീവിതങ്ങളിലും സഭാജീവിതങ്ങളിലും ഈ ഒരു സ്വാതന്ത്ര്യം കൂടുതൽ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റൊരാൾക്ക് നമ്മളെ ഭയം ഉണ്ടാകത്തില്ല. ആരോഗ്യപരമായ ഭയം വേണം, അതിനപ്പുറത്തൊരു ഭയം ഉണ്ടാകത്തില്ല. ടെൻഷൻ ഉണ്ടാകത്തില്ല. ടെൻഷൻ ഉളവാക്കുന്ന ഒരു ഭയം ഉണ്ടാകത്തില്ല. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മളൊരു സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, ഭയം ഇല്ലാതാക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഓർക്കുന്ന ഒരിക്കല് നമ്മുടെ സാഗ്ബറിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ ബ്രദർ എന്നോട് പറഞ്ഞു, ചെരുപ്പിട്ടുകൊണ്ട് പെരയ്ക്കകത്ത് കയറിക്കോളാൻ പറഞ്ഞു. ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഈ ചെരുപ്പിട്ട് വീട്ടിൽ കയറുക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ആകെ കൺഫ്യൂഷനിലായി. ബ്രദറിനെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ, അനുസരിക്കാൻ പറ്റുമോ? പക്ഷെ എനിക്ക് ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് കയറാൻ എന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ഞാൻ ചെരുപ്പ് പുറത്തിട്ടിട്ട് ഉള്ളി കയറി ചെന്നു. അപ്പം ബ്രദർ പറഞ്ഞൊരു കാര്യം, ബ്രദർ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ വീട്ടിലിങ്ങനെ ചെരുപ്പിട്ടുകൊണ്ട് കയറുന്നതിലുള്ള അസ്വസ്ഥത രക്ഷപ്പെടാനായിട്ടാണ്. ആ സമയത്ത് വീട്ടിൽ വരുന്ന എല്ലാവരോടും ബ്രദർ പറയും നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് ഉള്ളോട്ട് പോരാൻ പറയും. ആ സമയത്ത് ഇപ്പം ഇല്ല, നമുക്ക് അങ്ങനത്തെ ചില ചിട്ടകളുണ്ടല്ലോ, ആ ചിട്ടകൾ നമ്മുടെ സമാധാനം കെടുത്തുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുമ്പോൾ അതിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രദർ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ചിട്ട എന്നെ അനുവദിക്കുന്നില്ല അങ്ങോട്ട് അങ്ങനെ ചെരുപ്പിട്ട് കയറാൻ. അപ്പൊ എന്റെ ഉള്ളിലും ആകെ ഒരു കൺഫ്യൂഷനായി. ഇപ്പൊ ഞാനിത് ബ്രദറിനെ അനുസരിക്കാതിരിക്കുകയാണോ, എന്താ ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ നമ്മളത് ശീലിച്ചതായോണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ, പക്ഷെ ബ്രദർ എന്നെ ഉൾക്കൊണ്ടു, ഞാൻ ബ്രദറിനെ ഉൾക്കൊണ്ടു. ആ കാര്യത്തിൽ എനിക്കൊരു ദുർമനസാക്ഷി ഉണ്ടായില്ല. കുറച്ച് സമയത്തേക്ക് എന്നെ ഇതുണ്ടായാലും കുറച്ച് ഞാൻ ഫ്രീ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യം, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ കർത്താവിന്റെ ദാസന്മാരായും നടന്നുകൊള്ളുകയും. ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു, കർത്താവുമായുള്ള ബന്ധത്തിലും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ദൈവകൽപ്പന അങ്ങനെ തന്നെ അനുസരിക്കാതിരുന്നതിന് ശേഷം കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ചെല്ലുന്നേ? കർത്താവ് എന്നെ തള്ളിക്കളയോ ശിക്ഷിക്കോ എന്നുള്ള ഭയത്തോടെയാണോ, അതോ എൻ്റെ അപ്പൻ എന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തിലാണോ നമ്മൾ ചെല്ലുന്നത്? അപ്പൊ കർത്താവ് ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിൽ നടക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ മറ്റുള്ളവർക്കും അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ ഹിതം. അങ്ങനെ പോകുന്നിടത്താണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ടും കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിലുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ വിധിക്കുകയും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും
ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഓട്ടം നമുക്ക് മുന്നോട്ട് ഓടാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, രാത്രിക്കായിട്ട് നന്ദി. അങ്ങിലുള്ള ഈ സ്വാതന്ത്ര്യം തിരിച്ചറിയുവാനും ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഈ ഭൂമിയിൽ നടന്ന് കർത്താവെ അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് ഇരിപ്പാനും തക്കവണ്ണം സുബോധത്തിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ.